ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണാലി യാത്രയ്ക്ക് നമുക്ക് വന്ന എക്സ്പെൻസുകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ലീവിന്റെ ഇഷ്യൂസ് ഉള്ളത് കാരണം ഞങ്ങൾക്ക് ആകെ 5 ദിവസമാണ് ട്രിപ്പിനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചീപ്പർ റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് സ്കൈ സ്കാനർ എന്ന ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ വിവിധ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഫെയറുകൾ കമ്പയർ ചെയ്ത് ചീപ്പർ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പെട്ടെന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്ത കാരണം ഞങ്ങൾക്ക് പെർ ഹെഡ് 15,000 രൂപയാണ് ആയത്. അപ്പം നിങ്ങൾ ഫ്ലൈറ്റ് ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 മന്ത് മുമ്പെങ്കിലും ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് ചീപ്പർ ഓപ്ഷൻസിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ടൈം ഇഷ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ ചൂസ് ചെയ്യാം. എറണാകുളത്ത് നിന്ന് ഡൽഹിയിലേക്ക് 950 രൂപ മുതൽ ചീപ്പർ ടിക്കറ്റ്സും 2,500 രൂപ മുതൽ തേർഡ് AC ടിക്കറ്റ്സും അവൈലബിൾ ആണ്. ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത സമയത്ത് പ്രധാനമായും ശ്രദ്ധിച്ച ഒരു കാര്യം രാത്രി അല്ലെങ്കിൽ വെളുപ്പിന് ഡൽഹിയിൽ എത്തുന്ന ഫ്ലൈറ്റുകൾ ചൂസ് ചെയ്യാനാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ഈവനിങ് ടൈമിലാണ് ബസ്സസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെളുപ്പിന് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മണാലിയിലേക്ക് വേണ്ടുന്ന ജാക്കറ്റ്സ്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. വെളുപ്പിനെ 2 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ വരുമ്പോൾ സെൻട്രൽ ഡൽഹിയിൽ തന്നെ റൂം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഡൽഹിയിലെ ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ സെൻട്രൽ ഡൽഹിയോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് റൂം എടുത്തിരുന്നത്. 1,500 രൂപയാണ് റൂമിനായത്. മേക്ക് മൈ ട്രിപ്പ് എന്ന ആപ്പിലാണ് നമ്മൾ റൂമുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഡൽഹിയിൽ യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് മെട്രോയാണ്. അവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസസിലേക്കൊക്കെ മെട്രോ കണക്ടിവിറ്റി ഉണ്ട്. ഡൽഹി മെട്രോയുടെ ആപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മെട്രോയുടെ റൂട്ട് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ടിക്കറ്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ കൂടുതലും ഊബർ ഓട്ടോയാണ് യൂസ് ചെയ്തിരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഇല്ലാഞ്ഞ കാരണം ഞങ്ങൾക്ക് റൂട്ട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ ഊബർ ഓട്ടോയെ ആശ്രയിക്കാനായിട്ട് കാരണം. പക്ഷെ എപ്പോഴും നല്ലത് ഡൽഹിയിലെ മെട്രോയിൽ യാത്ര ചെയ്യുന്നതാണ്. ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, ലോട്ടസ് ടെമ്പിൾ, ഹുമയൂൺ സ്റ്റോംബ്, റെഡ് ഫോർട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റും. ഇതിൽ ഇന്ത്യ ഗേറ്റിലും ലോട്ടസ് ടെമ്പിളും എൻട്രി ഫീസ് ഇല്ല. ബാക്കി എല്ലായിടത്തും 35 രൂപ വെച്ച് എൻട്രി ഫീസ് ഉണ്ട്. ഇതിന്റെ എല്ലാം ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. റെഡ് ഫോർട്ടിന്റെ അടുത്താണ് ജുമാ മസ്ജിദ് സ്ട്രീറ്റും ചാന്ദിനി ചൗക്കും. നമുക്ക് മണാലിയിലേക്ക് പോകാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ, ജാക്കറ്റ്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്രിപ്പിൽ ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ ഞങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് റൂം, ഫുഡ്, ലോക്കൽ ട്രാൻസ്പോർട്ട്, എൻട്രി ഫീ എല്ലാം കൂടെ പെർ ഹെഡ് 1,500 രൂപയാണ് ആയത്. ഡൽഹി ടു മണാലി ഞങ്ങളൊരു ടൂർ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ ഹെഡ് 6,200 രൂപയാണ് ആയത്. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള സെമി സ്ലീപ്പർ ബസ് ടിക്കറ്റ്, മണാലിയിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് ആയിട്ടുള്ള ക്യാബ്, തിരിച്ച് മണാലിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള സെമി സ്ലീപ്പർ ബസ് ടിക്കറ്റ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. ഗെറ്റ് ഇൻ ടെന്റ് എന്ന ട്രാവൽ ഏജൻസി വഴിയാണ് ഞങ്ങൾ ഈ പാക്കേജ് ബുക്ക് ചെയ്തത്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മണാലിയിൽ പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന 2 ഫുഡ് ഐറ്റംസ് ആണ് സിദ്ധു, മോമോസും. ഇത് രണ്ടും നിങ്ങൾക്ക് മാൾ റോഡിൽ അവൈലബിൾ ആണ്. ഈ മണാലി ട്രിപ്പിൽ എനിക്ക് നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടൽ ടണലിന്റെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അടൽ ടണലിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് പണിത് വെച്ചിട്ടുണ്ട്. ജെൻസിനും ലേഡീസിനും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തൊരു കഫേയിൽ പൈസ കൊടുത്തിട്ടാണ് ടോയ്ലറ്റ് യൂസ് ചെയ്തത്. പക്ഷെ അതും അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്. ഈ ട്രിപ്പിൽ നമുക്ക് മൊത്തത്തിൽ പെർ ഹെഡ് ചിലവായത് 29,000 രൂപയാണ്, ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ്. ഒരു മാസം മുമ്പെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മണാലി പോയി വരാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.